ഡൽഹിയുടെ കളിക്കാരൻ ലുങ്കി പുള്ളി ക്യാച്ച് എടുക്കാൻ നേരത്ത് പുറകിലോട്ട് മല്ലെന്നടിച്ച് വീണു, തലയും കഴുത്തും തട്ടിയത്. ഹലോ ഡോക്ടർ ഷാൻ. ഹായ് വൈശ. വൈകുന്നേരങ്ങൾ വീട്ടിൽ പോയാൽ കളിയൊക്കെ കാണാറുണ്ടോ? IPL സീസണാണ്. ഈയിടയ്ക്ക് IPL ഒരു അപകടം നടന്നതിനെ പറ്റി. ലുങ്കി നമ്മുടെ കളിക്കാരൻ, ഡൽഹിയുടെ കളിക്കാരൻ ലുങ്കി പുള്ളി ക്യാച്ച് എടുക്കാൻ നേരത്ത് പുറകിലോട്ട് മല്ലെന്നടിച്ച് വീണു, തലയും കഴുത്തും തട്ടിയതാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹം അപ്പം തന്നെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയി ആംബുലൻസിലൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വാർത്തയിൽ അറിയാൻ പറ്റിയത് പുള്ളി അപകടനിലയൊക്കെ തരണം ചെയ്തു, തിരിച്ചു വന്നു. പ്രോബബ്ലി 1-2 കളിക്ക് ശേഷം പുള്ളി ഈ സീസണിൽ തന്നെ അടുത്ത കളിക്ക് ഇറങ്ങുമെന്നുള്ളതാണ്. ഈ സ്പൈനൽ ഇഞ്ചുറി ഒരാൾക്ക് സംഭവിച്ചു, ഇപ്പോൾ ഇതേപോലെ നമ്മൾ ആകസ്മികമായിട്ട് നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ സ്റ്റെപ്പ് ഒന്ന് വീഴുകയോ അല്ലെങ്കിൽ ഒരു അപകടം പറ്റി വീഴുകയോ ചെയ്ത ഒരു സ്പൈനൽ ഇഞ്ചുറി വന്നു അല്ലെങ്കിൽ കഴുത്തിടിച്ച് വീണ ആളെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ എന്ത് പ്രിക്കോഷനാണ് സ്വീകരിക്കുന്നത്? അതിനകത്ത് ഇപ്പം ആ ഒരു സീൻ കണ്ട് എല്ലാവർക്കും അറിയാം, പുള്ളി നേരെ മലർന്നടിച്ച് ഒരു സപ്പോർട്ടും ഇല്ലാതെ വീണതാണ്. വീഴുന്ന സമയത്ത് പുള്ളിയുടെ തലയും കഴുത്തുമാണ് ആദ്യമായി ചെന്ന് തറയിൽ പതിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് സാധാരണഗതിയിൽ തലച്ചോറിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലെ സ്പൈനോ കാര്യമായ രീതിയിലുള്ള ആഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അവർ ചിലപ്പോൾ ഇവർ വീണ ഉടനെ തന്നെ എഴുന്നേറ്റുന്ന കുഴപ്പമില്ല എന്നൊക്കെ പറയും, എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന് പറയും. ഈ വീഴ്ചകൾ നിസ്സാരവൽക്കരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ ആദ്യമേ ആ ഒരു വീണ വ്യക്തിയെ നിരപ്പായ ഒരു തറയിൽ ഒരു ബോർഡിലോ നമ്മൾ കിടത്തുക. അതായത് എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഈ സ്പൈനോ സുഷ്ഠനാടിക്കോ എന്തെങ്കിലും ഒരു ആഘാതം വന്നിട്ടുണ്ടെങ്കിൽ അത് വഷളാക്കാതിരിക്കാനാണ് അങ്ങനെ കിടത്തുന്നത്. രണ്ടാമതായിട്ട്, ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ കഴുത്തും തലയും അനങ്ങാതിരിക്കാനായിട്ട് ഒരു കുഷൻ പോലത്തെ ഒരു സാധനത്തിലോട്ട് വെച്ച ഒരു കോളറാണ്. അപ്പം എന്തെങ്കിലും അങ്ങനത്തെ ഒരു കുഷനിങ് ഇഫക്റ്റ് കൊടുക്കുക, ഒരു കോളർ പോലത്തെ ഒരു സാധനം വെച്ച് കഴുത്തും തലയും അനങ്ങാതിരിക്കുക. കാരണം ഇങ്ങനത്തുള്ള വീഴ്ചകൾ ഏറ്റവും കൂടുതൽ അപകടകരമായ രീതിയിൽ ആഘാതം സംഭവിക്കാവുന്ന സ്ഥലമാണ് തലയോട്ടിയും കഴുത്തുമായി ചേരുന്ന ഭാഗം, നമ്മൾ സെർവിക്കോ മിഡിലറി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പോൾ ആ ഭാഗത്തിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കാനും അവിടെ വേറൊരു രീതിയിലും ആഘാതം കൂടാതിരിക്കാനുമാണ് അങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വിശദമായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ പ്രകാരം തന്നെ തലച്ചോറിനോ സ്പൈനോ ഏതെങ്കിലും രീതിയിൽ ആഘാതം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തും. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് നമ്മൾ അപകടത്തിൽ നിന്ന് ഒഴിവായി അല്ലെങ്കിൽ വലിയ ആഘാതമൊന്നുമില്ല, പരിക്കുകളൊന്നുമില്ല നമുക്ക് ഉറപ്പുവരുത്തിക്കാൻ പറ്റും. സാധാരണ നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഇമ്പൾസ്, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ പോയി കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും വരും. അപ്പം ഈ ഒരു അപകടം കാണുന്ന ഒരു വ്യക്തി, ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്തു കൂടാ എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാം. അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ആളെ പിടിച്ചെഴുന്നേപ്പിച്ച് നിർത്താനോ അല്ലെങ്കിൽ നമ്മൾ നടുവളച്ചിരുത്താനോ ഒന്നും ശ്രമിക്കരുത്. സാധാരണ ചെയ്യുന്ന ഉടനെ പിടിച്ചെഴുന്നേപ്പിക്കാൻ നോക്കും. എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഈ പറഞ്ഞ സുഷ്മനാടിക്കോ തലയോട്ടിയുടെ ആ ഭാഗങ്ങൾക്കോ എന്തെങ്കിലും ഒരു അപകടമോ ആഘാതമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വഷളാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നിരപ്പായ തറയിൽ കിടത്തുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരു ആംബുലൻസിനെ വിളിക്കുക. ഇപ്പം ആംബുലൻസ് സൗകര്യം വളരെ സുലഭമാണ്. നമുക്ക് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ആംബുലൻസ് എത്തും. അപ്പോൾ ഈ പറയപ്പെട്ട വ്യക്തിയെ നിരപ്പായ തറയിൽ നിന്ന് നിരപ്പായ ഒരു സ്ട്രെച്ചറിലോട്ടേക്ക് മാറ്റി നേരെ ആംബുലൻസിലോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പലപ്പോഴും ഉണ്ടാകുന്നൊരു വ്യക്തിയാണ് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഉടനെ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ ഈ വീണ വ്യക്തി അബോധാവസ്ഥയിലാണെങ്കിൽ ഈ കൊടുക്കുന്ന വെള്ളം നേരെ ശ്വാസനാളത്തിലോട്ടേക്ക് പോയി ആസ്പിറേഷനൊക്കെ അടിക്കാനുള്ള അപകട സാധ്യതകൾ കൂടുതലാണ്.